ഡൈനാമിക് ടൈപ്പാണ് പൈത്തൺ എന്ന് വെച്ചാൽ നിങ്ങൾ പൈത്തനോട് ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട, റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞു ഒന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണ്ട. അതുകൊണ്ടാണ് പൈത്തൺ അഡ്വാൻറ്റേജ് ഭയങ്കര എളുപ്പമാണെന്ന് പറയാൻ കാരണം. ഞാനിത് ജാവയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കേട്ടോ. പൈത്തൻ്റെ സെയിം ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഫസ്റ്റ് യൂണീക്ക് വിത്ത് ആർഗ്യുമെൻറ്റ്, അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ പൈത്തണിൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു. നിങ്ങൾ എന്ത് പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ ഈ പറഞ്ഞ കോഡ്. നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷനകത്തൊരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിനകത്ത് പിന്നെ രണ്ടാമതൊരു ഫോർ ലൂപ്പ് ഉണ്ട്, അതിനുശേഷം ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, എക്സിക്യൂഷൻ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര സിമ്പിളാണ്. അതിനുശേഷം ഞാൻ ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി കേട്ടോ. ജാവ ഇംപ്ലിമെൻറ്റേഷൻ നോക്കിയപ്പം ആദ്യം ഒരു യൂട്ടിലിറ്റി ഇമ്പോർട്ട് ചെയ്തു, ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഓരോ ഫങ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഇവിടെയും ക്ലാസ്സാണ്, അല്ലെങ്കിൽ ഇത് ഫംഗ്ഷനാണ്, അപ്പോൾ ഇതിനെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എന്ത് തരം ക്ലാസ്സാണ്, പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കണം. അത് സ്റ്റാറ്റിക് ആണോ, എന്ത് തരം ഡേറ്റ ടൈപ്പാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്താണ് മാപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഉണ്ടോ ഒരുപാട് വൃത്തിയായിട്ട് രീതിയിൽ എഴുതിയ ഉള്ള ഞാൻ പറയാം. എനിക്ക് എനിക്ക് കാണുന്നതേ ദേഷ്യം. ജാവയിലുള്ള എറർ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എല്ലാവരുടെയും മദർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നെങ്കിലും പക്ഷേ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇത് വൃത്തിയായിട്ട രീതിയിലാണ്. അതുകൊണ്ടാണ് പൈത്തണിലേക്ക് എല്ലാവരും അട്രാക്റ്റ് ആകുന്നത്. അല്ല ജോലി കിട്ടുന്നുണ്ടോന്നല്ല കേട്ടോ, ഉള്ള ഞാൻ പറയാമല്ലോ.